പ്രമോദ് പുഴങ്കര, ഇവിടെ ഈ കശ്മീരിൽ എങ്ങനെയാണ് ഈ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചത്? അതേതൊക്കെ രൂപത്തിലുള്ള കുഴപ്പങ്ങളാണ് ഉണ്ടാക്കിയത്? സാധാരണക്കാർക്ക്, കുട്ടികൾക്ക് ഒക്കെ എത്ര പേരുടെ കാഴ്ച നഷ്ടപ്പെട്ടു? ഇതൊക്കെ വിശദമായി പുറത്തു വന്നിട്ടുള്ളതാണ്. പിന്നെ അവിടെയെല്ലാം ഈ പറയുന്ന ഭീകരവാദം തടയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം മോദി ഭരണകൂടം ന്യായീകരിച്ചത്. ഈ ഡ്രോണ് കണ്ണീർവാതകം ഷെല്ലുകൾ പ്രഹരിക്കാനുള്ള ഒരു രീതിയാക്കിക്കൊണ്ട് അത് ഹരിയാന, പഞ്ചാബിൻ്റെ അതിർത്തി കടന്ന് അവിടുത്തെ പോലീസ് അത് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള സുരക്ഷാ രീതിയാണ്? ആരെയാണ് ഇവർ പ്രതിരോധിക്കാൻ നോക്കുന്നത്? പിന്നെ ഈ ന്യായ് സംഹിതയുടെയൊക്കെ മാഹാത്മ്യം പറയുന്നുണ്ടായിരുന്നല്ലോ പാർലമെൻറ്റിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. പഞ്ചാബിൽ ഇൻ്റർനെറ്റ് നിരോധനം ഹരിയാന സർക്കാർ ചെയ്തതുപോലെ ചെയ്തില്ല, അങ്ങേക്കറിയുന്നത് പോലെ. അവിടുത്തെ ആപ്പ് മുഖ്യമന്ത്രി അത് ചെയ്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് ടെലിഗ്രാഫ് നയം വീണ്ടും പൊടിതട്ടിയെടുത്ത്, ആ നിയമം പൊടിതട്ടിയെടുത്ത് കേന്ദ്രത്തിൻ്റെ തന്നെ സവിശേഷ അധികാരം പ്രയോഗിച്ച് അവിടെ ഇൻ്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തുന്നു. ഇരട്ട എഞ്ചിൻ്റെ ബലം ഇപ്പോൾ കണ്ടല്ലോ. അവിടെ മോദിയും ഇവിടെ മനോഹർലാൽ ഖട്ടാറും കൂടെ ഭരിക്കുമ്പോൾ 21കാരനും 60കാരനും കാലപുരിക്ക് പോകും. ഇതാണ് സാഹചര്യം. അപ്പോൾ ഇരട്ട എഞ്ചിൻ, ആഭ്യന്തര സുരക്ഷയ്ക്കുള്ള രീതികൾ, ഇതെല്ലാം പാഴ്വാക്കാകുന്നു. ഈ സർക്കാരിൻ്റെ യഥാർത്ഥ മുഖം അത് മനുഷ്യവേട്ടയുടെ മുഖമാണ് എന്ന് തെളിയിക്കുന്നില്ലേ ശംഭുവും ഖനൗരിയും? രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ അധ്വാനിക്കുന്നവർ, കർഷകർ, തൊഴിലാളികൾ, പട്ടിണി കിടക്കുന്നവർ, ചൂഷണത്തിന് വിധേയരായവർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട മഹാഭൂരിപക്ഷം വരുന്ന ജനത തങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരം ചെയ്യുമ്പോഴെല്ലാം സ്വന്തം ജനതയ്ക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ച ഒരു ഫാഷിസ്റ്റ് ഭരണകൂടമാണ്, ഒരു സമഗ്രാധിപത്യ ഫാഷിസ്റ്റ് ഭരണകൂടമാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം. ആളില്ലാ ആകാശ വാഹനങ്ങളിൽ നിന്ന്, ഈ ഡ്രോണുകളിൽ നിന്ന് അത് ആദ്യമായി ഒരു ജനങ്ങളുടെ പ്രതിഷേധത്തിന് നേരെ അതുപയോഗിച്ചുകൊണ്ട് കണ്ണീർവാതക ഷെൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണ് സർക്കാർ ചെയ്തത്. അത് കർഷകരുടെ പ്രതിഷേധത്തിന് നേരെയാണെന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. അതായത് ഒരു നൂതനമായ ഒരു ജനങ്ങൾക്ക് നേരെ, പ്രതിഷേധങ്ങൾക്ക് നേരെ ഉപയോഗിക്കുന്ന ഒരു മർദ്ദനമുറ, ഒരു സാങ്കേതികമായ ആക്രമണ സംവിധാനം അതാദ്യം ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ കർഷകർക്ക് നേരെയാണ്. ഇന്ത്യയിലെ തൊഴിലെടുക്കുന്ന മനുഷ്യരുടെ 45-48% വരുന്ന മനുഷ്യർ തൊഴിലെടുക്കുന്ന മേഖലയിൽ നിന്നും വരുന്ന കർഷകർക്ക് നേരെയാണ് ഈ രാജ്യത്തെ സർക്കാർ ഇത്തരത്തിലൊരു ആക്രമണ സംവിധാനം ഉപയോഗിക്കുന്നത്. ഇതൊരു സൂചനയാണ്, ഇതൊരു പ്രതീകമാണ്. ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ നേരെ യുദ്ധം ചെയ്യാൻ മടിയില്ലാത്തൊരു ജനവിരുദ്ധ സർക്കാരാണിത്. അതുകൊണ്ടാണ് ഒരു വശത്ത് ജനങ്ങൾക്ക് നേരെ ഇങ്ങനെ ആക്രമിക്കുകയും ജനങ്ങളുടെ സാധാരണ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ജീവിത പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന മനുഷ്യരെ ആക്രമിക്കുമ്പോൾ അത് ഒരു ചർച്ചയാക്കാതിരിക്കുന്നതിന് വേണ്ടി ക്രോണി ക്യാപിറ്റലിസ്റ്റുകൾക്ക് വേണ്ടി, അദാനിയും അംബാനിയും പോലുള്ള വൻകിട മുതലാളിമാർക്ക് വേണ്ടി ഭരണം നടത്തുകയും കോർപ്പറേറ്റ് ഫാഷിസ്റ്റ് കൂട്ടുകെട്ടിൻ്റെ ഒരു ഭരണ സംവിധാനം രാജ്യത്ത് നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അത് ചർച്ചയാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാമക്ഷേത്രം, വർഗീയത, ബാബർ, അക്ബർ, പ്രതിഷ്ഠാദിനം എന്നൊക്കെ പറഞ്ഞുള്ള ഗിമ്മിക്കുകൾ കാട്ടിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ നിതാന്തമായ മതവെറിയുടെയും ഭൂരിപക്ഷ മതവർഗീയതയുടെയും ഇടയിൽ ഇവർ പെടുത്തുന്നത്. ഇപ്പോൾ കർഷകരുടെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇരട്ട എഞ്ചിൻ സർക്കാരുകൾ നടത്തുന്ന ഈ ഭീകരമായ ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലം നോക്കൂ. കർഷകരുടെ ആവശ്യങ്ങൾ എടുത്തു നോക്കൂ. കർഷകരുടെ ആവശ്യങ്ങൾ കോർപ്പറേറ്റുകളുടെ ആവശ്യങ്ങളുമായിട്ട് സർക്കാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ള ഒരൊറ്റ ഉദാഹരണം മതി ഇതിന്. കഴിഞ്ഞ 2014-15 സാമ്പത്തിക വർഷം തൊട്ട് ഉള്ള 8 വർഷം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 14.5 ലക്ഷത്തോളം 14.56 ലക്ഷം കോടി രൂപയാണ് ഈ ഇന്ത്യയിലെ ബാങ്കുകൾ കടം എഴുതി തള്ളിയത്. വൻകിട കടം എഴുതി തള്ളിയത് 14.56 ലക്ഷം 14.56 ലക്ഷം കോടി രൂപയാണ്. അതിൽ 7.25 ലക്ഷം കോടിയിലേറെ വൻകിട കോർപ്പറേറ്റുകളുടെ മാത്രം കടമാണ്. വൻകിട വ്യവസായ ഗ്രൂപ്പുകളുടെയും ഫിനാൻസ് ക്യാപിറ്റലിസ്റ്റുകളുടെയും മാത്രം കടമാണ് 7.25 ലക്ഷം കോടി രൂപ എഴുതിത്തള്ളിയത്. ബാക്കി കടമാകട്ടെ വൻകിട ധനിക കടക്കാരുടേതാണ്. അവിടെയാണ് ലീഗൽ MSP പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന് പറയുന്നത്, കർഷകരുടെ ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കണമെന്ന് പറയുന്നത്. പാമോയിൽ
ക്രൂഡ് പാം ഓയിലിൻ്റെയും ക്രൂഡ് സൺഫ്ലവർ ഓയിലിൻ്റെയും എഡിബിൾ ഓയിലിൻ്റെയും ഇറക്കുമതി തീരുവ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചു കൊടുക്കുന്നതിലൂടെ സർക്കാർ ആരെയാണ് സഹായിച്ചത്? ലക്ഷക്കണക്കിന് ടൺ അത്തരത്തിൽ ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ട് സഹായിച്ചത് അദാനി ഗ്രൂപ്പിനെയാണ്. ഗോതമ്പിൻ്റെ ഇറക്കുമതി തീരുവ കുറച്ചതിലൂടെ ആരെയാണ് സഹായിച്ചത്? ഇത്തരം കമ്പനികളെയാണ് സഹായിച്ചത്. ആപ്പിളിൻ്റെ തീരുവയിലെ ഇറക്കുമതി തീരുവ 70% നിന്ന് 50% 5.8 ലക്ഷം കേസ് ആപ്പിളിൻ്റെ വ്യത്യാസമാണ് ഇറക്കുമതിയിലുണ്ടായത്. അതായത് ഒരു ചെറിയ നയം പോലും സർക്കാർ പ്രഖ്യാപിക്കുന്നത് കർഷകർക്ക് വേണ്ടിയല്ല, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. 16 ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലാണ് ഇന്ത്യൻ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്, സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ. ഈ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഈ രാജ്യത്തെ കർഷകരെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഒക്കെ സംഘടനകളുമായിട്ട് ആലോചിച്ചിട്ടാണോ സർക്കാർ ഏർപ്പെട്ടത്? അല്ല. ഈ രാജ്യത്തെ കൃഷിയെ പ്രതിലോമകരമായി ബാധിക്കുന്ന കരാറുകളിലാണ് സർക്കാർ ഏർപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ സമരത്തെ സർക്കാർ ഇത്ര ഭീകരമായി നേരിടുന്നത്? കാരണം ഇന്ത്യയിൽ ഇന്നേ വരെ ഉയർന്നിട്ടുള്ള കർഷക സമരങ്ങളിലെ ഏറ്റവും രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങളാണ്, പൊളിറ്റിക്കൽ ഇക്കോണമിയെ ആധാരമാക്കിയുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ സമരത്തിൽ ഉയർന്നത്. ഈ MSP ലീഗലൈസ് ചെയ്യുകയും അതിന് നിയമം കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള പ്രാഥമികമായ ഏറ്റവും മുഖ്യമായ ഡിമാൻഡുകൾക്കൊപ്പം തന്നെ അവർ ഉയർത്തുന്നത് WTOയിൽ നിന്നും പിന്മാറുക, FTAകൾ പുനഃപരിശോധിക്കുക, അതുപോലെ തന്നെ കർഷകരുടെയും ആദിവാസികളുടെയും അവരുടെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെയും ഭൂമിക്ക് മുകളിലുള്ള അവകാശം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് അതിൽ കൂടുതൽ ശക്തിപ്പെടുത്തുക മുതലായ തൊഴിലാളികളുടേതടക്കമുള്ള പ്രസ്ഥാനങ്ങളുമായി ചേർന്നു നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങളുമായി ഒത്തുചേർന്നുകൊണ്ടുള്ള വിശാലമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് സർക്കാർ ഈ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. കർഷകരുടെ മറ്റൊരു നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ, അല്ലെങ്കിൽ സർക്കാർ അറിയില്ല എന്ന് നടിക്കുന്നത് പോലെ, MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് ഈ കാർഷിക പ്രശ്നങ്ങൾ പഠിച്ച, ഏറ്റവും വിശദമായി റിപ്പോർട്ട് സമർപ്പിച്ച ഈ സർക്കാർ തന്നെ ഭാരതരത്ന കൊടുത്ത് ആദരിച്ചു, ഞങ്ങൾ കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ പറ്റിക്കുന്നതിന് നടപ്പാക്കി MS സ്വാമിനാഥന് ഭാരതരത്ന കൊടുത്ത് നടപടി ഉണ്ടായല്ലോ. ആ MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശ നടപ്പാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്താ MSP സംബന്ധിച്ച് സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട്? അതായത് A2+ FL+ 1.5 മടങ്ങാണ് പറയുന്നത്. അതായത് അത്തരം സാങ്കേതിക കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് വരാം. ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ പ്രമോദ്, ഞാൻ വരാം പ്രമോദിലേക്ക്.